ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി രാജിവെക്കുക, ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് നിയോജകമണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ദേശീയ സമിതി അംഗം VP ജോർജ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഇതിനോടകം ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ പ്രത്യേകമായി ചെറുതും വലുതുമായ നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനോടകം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജലവൈദ്യുത ഓഫീസിന്റെ മുന്നിലും വൈദ്യുതി ബോർഡിന്റെ ഓഫീസിന്റെ മുന്നിലും സിവിൽ സപ്ലൈസ് ഓഫീസുകൾക്കൊക്കെ മുന്നിൽ ജനങ്ങളെ ദൈനംദിനം ബാധിക്കുന്ന ഒട്ടേറെ ജീവൽ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ജനമധ്യത്തിൽ കൊണ്ടുവന്നത്. ഇന്നിപ്പോ കേരളത്തെ ഞെട്ടിച്ച ബാർക്കോഴ സംഭവത്തിൽ വ്യാപകമായ അഴിമതി നടന്നു എന്നാണ് പൊതുസമൂഹവും UDFും ഈ കാര്യത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് ജേക്കബ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പുള്ളർക്കൽ അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒത്തിരിയേറെ സമരപരിപാടികളുമായി UDFിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികൾ ഒത്തിരിയേറെ പ്രതിഷേധ സമര പരിപാടികളുമായിട്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിന് കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ സമസ്ത മേഖലകളിലുമുള്ള അഴിമതിയാണ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന അഴിമതിയാണ് ഈ ബാർക്കോഴ കേസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇന്നും നാളെയുമായിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ ധർണ പരിപാടികൾ നടത്തുന്നുണ്ട്. UDF നിയോജകമണ്ഡല കൺവീനറും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റുമായ MK ലത്തീഫ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ നിർവാഹക സമിതി അംഗം R ദിനേശ, ഹാരിസൻ മിറാണ്ട, ഹാരിസ് മുഹമ്മദ്, നിതിൻ സിബി, സിനീസിയ, ലിജോ ജോയ്, വരദരാജൻ, ജോൺസൺ ചൂരമന, സാൻജോ ജോസ്, അനൂപ് വർഗീസ, അഖിൽ കാഞ്ഞിരക്കാട്ട്, അനിൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു.